ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രയോഫൈറ്റിനകത്ത് വരുന്ന ഫസ്റ്റ് ടൈപ്പ് റിക്സിയ നോക്കിയിരുന്നു. റിക്സിയയുടെ മോർഫോളജി എങ്ങനെയാണ്, അനാട്ടമി എങ്ങനെയാണ്, അതുപോലെ അതിനകത്തെ രണ്ട് ടൈപ്പ് റീപ്രൊഡക്ഷൻ ഉണ്ട്. വെജിറ്റേറ്റീവ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ, സെക്ഷൽ ടൈപ്പ് റീപ്രൊഡക്ഷൻ, അതെന്തൊക്കെയായിരുന്നു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരുന്നു. മെയിനായിട്ട് 3 ക്ലാസ്സാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു. ഡിവിഷൻ ബ്രയോഫൈറ്റിലെ 3 ക്ലാസ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയായിരുന്നു? ഹെപ്പാറ്റിക്കോപ്സിഡ, ആന്തോസിറോറ്റോപ്സിഡ ആൻഡ് ലാസ്റ്റായിട്ട് ബ്രയോപ്സിഡ. അപ്പോൾ ഈ 3 ക്ലാസ്സിലായിട്ട് മൊത്തം നമുക്ക് സിലബസിനകത്ത് 4 ടൈപ്പുകളാണ് പഠിക്കാനുള്ളത്. സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 4 ടൈപ്പാണ് പഠിക്കാനുള്ളത്. റിക്സിയ, അതുപോലെ മാർക്കാൻഷ്യ, ദെൻ ആന്തോസിറോസ്, ലാസ്റ്റ് വൺ ഈസ് ഫ്യുനേറിയ. അത് ഒരു ഡെവലപ്പിംഗ് ഓർഡറിലാണ് പോകുന്നത് കേട്ടോ. റിക്സിയ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രിമിറ്റീവായിട്ടുള്ള ഒരു ബ്രയോഫൈറ്റ് ആണ്. മാർക്കാൻഷ്യ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ബ്രയോഫൈറ്റ് ആണ്. ആന്തോസിറോസും ഫ്യുനേറിയൊക്കെ വരുമ്പോൾ അതിൻ്റെ അഡ്വാൻസ്മെൻറ്റ് കുറച്ചുകൂടെ ഹയർ ഓർഡർ സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. സോ എവല്യൂഷൻ പാറ്റേണിൽ നമുക്കൊരു ഫ്രം പ്രിമിറ്റീവ് ടു അഡ്വാൻസ്ഡ് ആയിട്ടൊരു ഓർഡറിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പ്രിമിറ്റീവായിട്ടൊരു ക്ലാസ്സാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സായ ഹെപ്പാറ്റിക്കോപ്സിഡ എന്ന് പറയുന്നത്. ഹെപ്പാറ്റിക്കോപ്സിഡയിലെ പ്രിമിറ്റീവ് മെമ്പറായിട്ടുള്ള റിക്സിയനെ പറ്റിയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഹെപ്പാറ്റിക്കോപ്സിഡയിൽ തന്നെ വരുന്ന, എന്നാൽ റിക്സിയയോട് ഒരുപാട് സാമ്യങ്ങൾ തന്നെയുണ്ട്, എന്നാൽ റിക്സിയേക്കാൾ കുറച്ചുകൂടെ അഡ്വാൻസ് മീൻസ് ഇൻ ദ കേസ് ഓഫ് റീപ്രൊഡക്ഷൻ ആൻഡ് ഓൾ, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റൊരു താലോഫൈറ്റ് ആയിട്ടുള്ളൊരു ബ്രയോഫൈറ്റിനെ പറ്റിയാണ് പഠിക്കുന്നത്. അതാണ് മാർക്കാൻഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, റിക്സിയ പോലെ തന്നെ കണ്ടാൽ ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഇരിക്കും, പക്ഷേ നമുക്ക് പെട്ടെന്ന് അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാം. കാരണം മാർക്കാൻഷ്യയിൽ ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ഉണ്ട്, കോൾഡ് ഗെമ്മേക്കപ്പ് എന്ന് പറയുന്നത്. അത് നമുക്ക് അതിൻ്റെ പിക്ചറിനകത്ത് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ആ പിക്ചർ നോക്കുക, കണ്ടോ, ഇതിൻ്റെ മുകളിലായിട്ടൊരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ കണ്ടു. ആ പിക്ചറിൽ അങ്ങനത്തെ ഒരു സ്ട്രക്ചർ എപ്പോഴും ഉണ്ടാവും. അതാണ് പെട്ടെന്ന് തന്നെയാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ മാർക്കാൻഷ്യ റിക്സിയ തമ്മിൽ തിരിച്ചറിയാനുള്ളൊരു മെയിൻ പോയിൻ്റാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ മെയിനായിട്ട് ഇതിന് വേറെ 2 സെക്ഷൽ റീപ്രൊഡക്ഷൻ വേണ്ടി 2 സ്പെഷ്യൽ സ്ട്രക്ചറുകളും ഉണ്ട്. അതൊക്കെ പെട്ടെന്ന് നോക്കി നമുക്ക് മനസ്സിലാക്കാം, അത് വഴിയെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കാൻഷ്യ എന്ന് പറയുന്ന ടൈപ്പ് അതായത് ക്ലാസ്സിലാണ് വരുന്നത്. ബ്രയോഫൈറ്റ് എന്നുള്ള ഡിവിഷനകത്ത് ക്ലാസ് ഹെപ്പാറ്റിക്കോപ്സിഡയകത്ത് ഓർഡർ മാർക്കാൻഷ്യൽസ്. ഈ സെയിം ഓർഡറിൽ തന്നെയായിരുന്നു നമ്മൾ ആദ്യം പഠിച്ച റിക്സിയയും വന്നിരുന്നത്. ആ ഓർഡർ മാർക്കാൻഷ്യൽസിൽ ഫാമിലി മാർക്കാൻഷ്യേസിയാണ്. റിക്സിയ വന്ന ഫാമിലിയാണ്, റിക്സിയേസിയയിലാണ്. അതിൻ്റെ പേരിനോട് ചേർന്ന് തന്നെയാണ് ഫാമിലി നെയിം കൊടുത്തിരുന്നത്. ഒരു സെക്കൻഡ് ഫാമിലിയാണ്, പക്ഷേ രണ്ടും നല്ല ക്ലോസ്ലി റിലേറ്റീവ് ആയിട്ടുള്ള ഫാമിലികളാണ്. സോ റിക്സിയുടെ ക്ലോസ്ലി റിലേറ്റീവ് ആയ ഫാമിലിയാണ് മാർക്കാൻഷ്യേസി. മാർക്കാൻഷ്യേസിൽ വരുന്ന ഒരു ജീനസ് ആണ് എന്ന് പറയുന്നത് മാർക്കാൻഷ്യ എന്ന് പറയുന്നത്. ടൈപ്പ് പറയുമ്പോൾ ജീനസിൻ്റെ പേരാണ് പറയുന്നത്, ഒരിക്കലും സ്പീഷീസ് നെയിം അല്ല എന്ന് ഓർക്കുക. ഓക്കെ, ഈ ജീനസ് മാർക്കാൻഷ്യയ്ക്ക് റിക്സിയുടെ അത്രയും അധികം സ്പീഷീസുകളൊന്നുമില്ല. റിക്സിയ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, റിക്സിക്ക് ഏകദേശം ഓൾമോസ്റ്റ് 200 സ്പീഷീസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മാർക്കാൻഷ്യയുടെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ അതിൽ 65 സ്പീഷീസുകൾ മാത്രമേ നമ്മൾ ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഏകദേശം 65 അതിനോട് ചേർന്ന നമ്പർ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളൂ. ഓക്കെ, അത് ലോകത്ത് മൊത്തമായിട്ട് ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആകെ 11 സ്പീഷീസുകൾ മാത്രമേ കണ്ടുപിടിക്കട്ടുള്ളൂ. അപ്പോൾ നോർമൽ ബ്രയോഫൈറ്റിനെ പോലെ തന്നെ ഇതും ഷെയ്ഡിയും മോയിസ്റ്റ് ആയിട്ടുള്ള ഹാബിറ്റാറ്റുകളിലാണ് കൂടുതലും കാണപ്പെടുന്നത്. കുറച്ച് നനവുള്ള, അധികം വെയിൽ വരാത്ത, ഷെയ്ഡ് കുറച്ച് തണലൊക്കെ ഉള്ള ഒരു ഹാബിറ്റാറ്റിലാണ് മാർക്കാൻഷ്യ കൂടുതലായിട്ടും ഗ്രോ ചെയ്ത് കാണപ്പെടുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ഇന്ത്യയിൽ 11 സ്പീഷീസിലുണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള സ്പീഷീസ് എന്ന് പറഞ്ഞാൽ മാർക്കാൻഷ്യ പോളിമോർഫ എന്നാണ്. അവിടെ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്, നിങ്ങൾ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മതി. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒരു ഗ്രോവിങ് സീസൺ എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ മാർക്കാൻഷ്യ ഗ്രോ ചെയ്യുന്നൊരു സീസൺ എന്ന് പറയുന്നത് ഒക്ടോബർ ടു നവംബർ സീസണാണ്. ആ സീസണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ പാർട്ടുകളിൽ, എസ്പെഷ്യലി ഹില്ലി റീജിയൻസിൽ, ഹൈ റേഞ്ച് റീജിയൻസിലൊക്കെ മാർക്കാൻഷ്യ ധാരാളമായിട്ട് കാണാൻ പറ്റും. അതിനെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും, കാരണം അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറുകളായിട്ടുള്ള ആന്ത്രിഡിയഫോർ, ആർക്കിഗോണിയഫോർ എന്താണെന്ന് വഴിയെ പറയാം. അതുപോലെ ഗെമ്മേക്കപ്പ് എന്ന് പറയുന്ന സാധനം, ഇതൊക്കെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ എൻ്റെ സെക്ഷൽ ഡിഫറൻസിയേഷൻ ഉണ്ട്, അതേപോലെ അനാറ്റമിക്കൽ ഡിഫറൻസിയേഷനും ഉണ്ട്. അത് നമുക്ക് നോക്കിക്കഴിയുമ്പോഴത്തേക്കും മനസ്സിലാകും. ഓക്കെ, അപ്പോൾ റിക്സിയോട് ഒരുപാട് ചേർന്നിട്ടുണ്ട്, എന്നാൽ കുറച്ച് ഡിഫറൻസുകളും ഉണ്ട്. അപ്പോൾ കുറേ ക്യാരക്ടറുകൾ റിക്സിയോട് ചേർന്നിട്ടാണ്, എന്നാൽ ചില ക്യാരക്ടറുകൾ റിക്സിയോട് മാറ്റമുള്ള ഒരു ടൈപ്പ് ജീനസാണ് എന്ന് പറഞ്ഞാൽ മാർക്കാൻഷ്യ. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കറിയാം ബ്രയോഫൈറ്റിൻ്റെ താലസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും ഗെമറ്റോഫൈറ്റ് ആയിരിക്കും, അല്ലേ? ഗെമറ്റോഫൈറ്റ് ആയിരിക്കും. സ്പോറോഫൈറ്റിക് ജനറേഷനകത്ത് ഉണ്ടാവുന്നുണ്ട്, അത് പക്ഷേ എങ്ങനെയാണ്? ഗെമറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് ഒരു സ്പോറോഫൈറ്റിക് ജനറേഷൻ ഉണ്ടാകുന്നതാണ്. റിക്സിയുടെ കേസ് നിങ്ങൾ ഒന്നുകൂടെ റീക്ലക്ട് ചെയ്യുക. എന്തായിരുന്നു?
ഫോട്ടോസിന്തറ്റിക് റീജിയനകത്ത് ഓരോ ഫോട്ടോസിന്തറ്റിക് ഫിലമെൻറ്റിൻ്റെയും ഇടയ്ക്കായിട്ട് കുറച്ച് എയർ ചേമ്പറുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു എയർ ചേമ്പറിലാണ് എന്തുണ്ടാവുക, സ്പോറോഫൈറ്റ് ആയിട്ടുള്ള ആന്ത്രിഡിയോഫോറോ അല്ലെങ്കിൽ ആന്ത്രീഡിയം അല്ലെങ്കിൽ ആർക്കിഗോണിയം ഒക്കെ ഉണ്ടാവുന്നത്. അതിനോട് അതായത് ഗെമറ്റോഫൈറ്റിനെ ഫുള്ളി ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമാണ് അത് നിൽക്കുന്നത്. സോ ഡോമിനൻ്റ് ആയിട്ടുള്ള ഫേസ് ഏതായിരുന്നു, ഗെമറ്റോഫൈറ്റിക്കാണ്. താരസ് എന്ന് പറയുന്നത് എപ്പോഴും ഗെമറ്റോഫൈറ്റിക്കാണ്. ഹാപ്ലോയിഡ് കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, എൻ കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെയും മർക്കാൻഷ്യയും അതുപോലെ തന്നെ ഗെമറ്റോഫൈറ്റിക്കാണ്. ഓക്കെ, ഗെമറ്റോഫൈറ്റിക്കാണ്. ആൻഡ് ദെൻ അതിൻ്റെ താലസിൻ്റെ ഒരു മോർഫോളജി നോക്കുകയാണെങ്കിൽ താലസ് ഇസ് പോസ്ട്രേറ്റ്, ക്രീപ്പ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ഇഴഞ്ഞു വളരുന്ന, പരന്ന് വളരുന്ന ടൈപ്പാണ് പോസ്ട്രേറ്റ്. ആ സ്ലൈക്കും റിക്സിയ പോലെ തന്നെ. ദെൻ ഡോർസി വെൻട്രൽ, ഇതിനുമുണ്ട് രണ്ട് സൈഡുകൾ. ഡോർസി വെൻട്രൽ, ഒരു ഡോർസൽ സൈഡും ഉണ്ട്, ഒരു വെൻട്രൽ സൈഡും ഉണ്ട്. മോൾ ഭാഗം ഡോർസൽ സൈഡും അതിൻ്റെ അടിഭാഗം സോയിലിനോട് ചേർന്ന് നിൽക്കുന്ന അടിഭാഗത്തെ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യുന്നത്, വെൻട്രൽ സൈഡായിട്ടും കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ചഡ്. നോക്കൂ, ഈ 3 ക്യാരക്ടറുകളും റിക്സിയ പോലെ തന്നെയാണ് അല്ലേ, ഒരു മാറ്റവും. താലസ് പോസ്ട്രേറ്റ് ആണ്, അതുപോലെ ഡോർസി വെൻട്രൽ ആണ്, ഫ്ലാറ്റൻഡ് ആണ്, ആൻഡ് ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ചഡ് ആണ്. അപ്പോൾ അതിൻ്റെ താലസിൻ്റെ ഒരു ബേസിക് മോർഫോളജി എന്ന് പറയുന്നത് പോസ്ട്രേറ്റ്, ഡോർസി വെൻട്രൽ ആൻഡ് ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ചഡ്. ആൻഡ് ദെൻ a distinct midrib is present on the dorsal surface on each branch of the thallus. ഓക്കെ, ഇതും മിഡ്രിപ്പ് എവിടെ ഉണ്ടായിരുന്നു, റിക്സിയയിലുണ്ടായിരുന്ന ഒരു കാര്യമാണ് അല്ലേ. അവിടുത്തെ സെല്ലുകൾക്ക് കുറച്ച് തിക്കനായിരിക്കും. അവിടെ കുറച്ചുകൂടെ തിക്കായിട്ട് കുറച്ച് കനം കൂടിയ ഭാഗം മാർജിനിലേക്ക് വരുമ്പോഴത്തേക്കും ആ തിക്നെസ് കുറഞ്ഞ് വരുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സെയിം കാര്യം തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടൊരു മിഡ്രിപ്പ് ഉണ്ട്. നമുക്ക് കണ്ടാൽ തിരിച്ചറിയാനായിട്ട് എന്ന് വെച്ചാൽ അതിലൊരു ഗ്രൂവ് ഉണ്ടായിരിക്കും, ഒരു ഷാലോ ഗ്രൂവ്, ലൈക്ക് ഒരു കനാല് പോലെ, ചെറിയ കുഴി പോലെ ഇങ്ങനെ കാണും. അതാണ് ഗ്രൂവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഷാലോ ഗ്രൂവ് ഉണ്ടായിരിക്കാം മിഡ്രിപ്പ് റീജിയനിൽ. അപ്പോൾ എല്ലാ താലസിൻ്റെയും നടുക്കൂടെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഒരു മിഡ്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് വരുമ്പോൾ ആ മിഡ്രിപ്പും ബ്രാഞ്ച് ചെയ്ത് 2 ലോബുകളിലേക്കായിട്ട് പോകാറാണ് പതിവ്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റിങ് മിഡ്രിപ്പ് ഈസ് പ്രസൻറ്റ് ഓൺ ദ ഡോർസൽ സർഫസ് ഓഫ് ഈച്ച് ബ്രാഞ്ച് ഓഫ് താലസ്. ദെൻ നോക്കുക, പിന്നെ പറയാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സർഫസിൽ ഞാൻ പറയുകയാണ്, നമ്മളവിടെ അതായത് റിക്സിയായിട്ട് കമ്പയർ ചെയ്താണ് നമ്മളിപ്പോൾ ക്ലാസ് പറയുന്നത്. റിക്സിയ നോക്കുക, നിങ്ങൾ ഫോട്ടോസിന്തറ്റിക് ഫിലമെൻറ്റ്സിൻ്റെ ഇടയ്ക്ക് എയർ ചേമ്പറുകളുണ്ടെന്നും ആ എയർ ചേമ്പറിന് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, പുറത്തെ അന്തരീക്ഷവുമായിട്ട് സംവദിക്കാനായിട്ട് അല്ലെ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു പോറുണ്ട്, ഒരു എയർ പോറുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അതുപോലെ തന്നെ ഇവിടെയും ഒരു പോറുണ്ട്, എയർ ചേമ്പറുകളുമുണ്ട്. അതുപോലെ സർഫസ് നമ്മുടെ ഡോർസൽ സർഫസ് വരെ നോക്കി കഴിഞ്ഞാൽ എയർ പോറുകൾ ഉണ്ടാവും. നേക്കഡ് ആയി കൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ലെങ്കിലും മൈക്രോസ്കോപ്പിലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പോറുകൾ മനസ്സിലാവും. പക്ഷെ ഇവിടുത്തെ പോറെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ്. അവിടെ ജസ്റ്റ് ഒരു ഗ്യാപ്പ്, ചുറ്റുമായിട്ട് കുറച്ച് സെല്ലുകളുള്ളൊരു ഗ്യാപ്പ് മാത്രമാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിഗോണലായിട്ടുള്ള അല്ലെങ്കിൽ റോംബോയിഡ് എന്ന് പറഞ്ഞാൽ റെക്ടാങ്കിൾ തന്നെ, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റെക്ടാങ്കിൾ, പക്കാ ചതുരമല്ല, അതിൻ്റെ സിമെട്രി മാറി ഇരിക്കുന്ന ടൈപ്പ് ഓഫ് റെക്ടാങ്കിൾ ഷേപ്പ്. അങ്ങനത്തെ ഒരു ഷേപ്പിലാണ് എയർ പോറുകൾ ഉണ്ടാകുന്നത്. പോളിഗണലായിരിക്കും അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിലായിരിക്കും. റെക്ടാങ്കിൾ പക്കാ ചതുരമല്ലെന്ന് മാത്രം ഓർക്കുക. ആ ഒരു ഷേപ്പിലായിരിക്കും എയർ ചേമ്പറിൽ നിന്നും എയർ ചേമ്പർ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായിട്ട് സംവദിക്കുന്നത്. സോ ആ പോറിൻ്റെ പുറം സൈഡ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻ്റ് ആയിരിക്കും, ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ എയർ ചേമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇങ്ങനെയുള്ള എയർ ചേമ്പേഴ്സിനകത്തായിരിക്കും ഫിലമെൻറ്റ്സ് ഉണ്ടാവുക. അങ്ങനെയാണല്ലോ ഫിലമെൻറ്റ്സ് എയർ ചേമ്പേഴ്സിനകത്തായിരിക്കും ഉണ്ടാവുക. ഈ പോയിന്റും ശ്രദ്ധിച്ച് ഓർത്തിരിക്കണേ. അവിടെ എങ്ങനെയാണ് 2 ഫിലമെൻറ്റ്സിൻ്റെ ഇടയ്ക്കാണ് എയർ ചേമ്പറുകൾ. റിക്സിയയുടെ കേസാണ് പറയുന്നത്. റിക്സിയയിൽ ശ്രദ്ധിക്കുക. റിക്സിയയിൽ 2 ഫിലമെൻറ്റ്സ്, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള 2 ഫിലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതിൽ ടോപ്പ് സെല്ലുകൾ മാത്രം കളർലെസ് ആയിരിക്കും, അത് എപ്പിഡെർമിസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ അങ്ങനത്തെ 2 ഫിലമെൻറ്റ്സിൻ്റെ ഇടയ്ക്കായിട്ട് എയർ ചേമ്പർ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെ ഫിലമെൻറ്റ്സിൻ്റെ ഇടയ്ക്കെന്നല്ല, ഈ എയർ പോറിൽ അതായത് എപ്പിഡെർമിസിന് താഴെയായിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കുറേ എയർ ചേമ്പറുകളുണ്ട്. ആ എയർ ചേമ്പറുകളെ ഓരോ ചേമ്പറിനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഭിത്തി കൊണ്ട്, ഒരു പാർട്ടീഷൻ വോൾ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റിൽ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു എയർപോറിന് താഴെയായിട്ട് എയർ ചേമ്പർ ഉണ്ടാവും. ആ എയർ ചേമ്പറിന് 2 സൈഡിലും ഭിത്തി ഉണ്ടാവും. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഉള്ള എയർ ചേമ്പറുകളായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഭിത്തി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു എയർ ചേമ്പർ ശരിക്കും ഒരു റൂം ലൈക്ക് സ്ട്രക്ചറാണ്. നിങ്ങളൊരു റൂം മനസ്സിലങ്ങനെ വിചാരിക്കുക. ആ റൂമിനകത്ത് 4 ഭാഗത്തും ഭിത്തിയുണ്ട്. മുകളിലൊരു ഹോളുണ്ട്. മുകളിലാണ് പുറത്തേക്ക് പോകാനുള്ള അല്ലെങ്കിൽ പുറത്തുനിന്ന് എയർ കയറാനും എല്ലാമുള്ള
ഒരു സംവിധാനം ഏറ്റവും ടോപ്പ് ഭാഗത്താണ്. ആ ടോപ്പ് ഭാഗത്ത് ഒരു പോർ ഉണ്ടാവും, പോളിഗണലായിട്ടോ അല്ലെങ്കിൽ റോംബോയിഡായിട്ടോ അല്ലെങ്കിൽ മീൻസ് റെക്റ്റാങ്കിൾ ആയിട്ടോ ഉള്ള ഒരു പോർ ഉണ്ടാവും. ആ റൂമിൽ അകത്താണ് നമ്മുടെ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഫിലമെൻറ്റ്സ് ഇങ്ങനെ നിൽക്കുക, മനസ്സിലായി? ആ ഒരു എയർ ചേമ്പറിന് അകത്താണ് ഫിലമെൻറ്റ്സ് നിൽക്കുക. റിക്സയിൽ നേരെ തിരിച്ചാണ് എന്താണ്, ഓരോ ഫിലമെൻറ്റ്സിൻ്റെ ഇടയ്ക്കത്തെ പോർഷനെയാണ് നമ്മൾ എയർ ചേമ്പർ എന്ന് ജസ്റ്റ് പറയുന്നത്. മാത്രമല്ല അവിടുത്തെ ഫിലമെൻറ്റ്സ് കുറച്ച് ക്ലോസ് പ്രോക്സിമിറ്റിയിലാണ് ഇരിക്കുന്നത്, അടുത്തടുത്താണ് ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ അത്ര അടുത്തിട്ടല്ല, അതുപോലെ കുറച്ച് അകലെയാണ്. ആ റൂമിനകത്ത് കുറച്ച് ഫിലമെൻറ്റ്സുകൾ ഇങ്ങനെ നിൽക്കുന്നതായിട്ടൊരു ഇമേജ്. അത് കറക്റ്റ് നിങ്ങൾ ആ പിക്ചർ നോക്കിയാൽ മതി, നിങ്ങളുടെ ടെക്സ്റ്റ് 25th പേജിലുണ്ട്. ആ പിക്ചർ കാണുമ്പോൾ കറക്റ്റ് ഐഡിയ മനസ്സിലാവും. ഓക്കെ, ദെൻ വേറെ അതിൻ്റെ മോർഫോളജി എന്ന് പറയുന്നത്. അപ്പോൾ മോർഫോളജിക്കലി നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണുന്ന വേറൊരു ഫീച്ചർ അല്ലെങ്കിൽ ഡിസ്റ്റിങ്യൂഷിബിൾ ഫീച്ചറായിട്ട് നമ്മൾ പറഞ്ഞൊരു കേസാണ് എന്താ, ഗെമ്മെ കപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ദ ഡോർസൽ സർഫസ് ഓഫ് താലസ് ബിയർ ഗെമ്മെ കപ്സ് അലോങ് ദ മിഡ്രിപ്പ് ഇതിലേക്ക് പോകുന്നുണ്ടോ അതിനെല്ലാം ആ ഭാഗത്തെല്ലാമായിട്ട് ഗെമ്മെ കപ്സ് ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കണ്ടോ? ആ മിഡ്രിപ്പ് പോയിട്ട് ബ്രാഞ്ച് ചെയ്യാൻ തുടങ്ങുന്നിടത്തേക്ക് രണ്ടായിട്ട് ഗെമ്മെ കപ്സ് പോകുന്നുണ്ട്. ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ, ആ ഒരു ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ. ഇത് റീപ്രൊഡക്ഷന് വേണ്ടിയുള്ള സ്ട്രക്ചറാണ്, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷന് വേണ്ടിയുള്ള സ്ട്രക്ചറാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രക്ചർ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ കാണാൻ പറ്റും. ദേ ആർ ക്രസൻറ്റിക് സ്ട്രക്ചർ വിത്ത് സ്മൂത്ത് സ്പൈനി ഓർ ഫിംബ്രിയേറ്റ് മാർജിൻസ് എന്നാണ് പറയുന്നത്. ക്രസൻറ്റ് എന്ന് വെച്ചാൽ എന്താ, ചന്ദ്രക്കല പോലത്തെ ഒരു ഷേപ്പാണ്. നമ്മളൊരു സെക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ചന്ദ്രക്കല പോലെ ഇരിക്കും. ക്രസൻറ്റ് സ്ട്രക്ചർ വിത്ത് സ്മൂത്ത് സ്പൈനി ഓർ ഫിംബ്രിയേറ്റ് മാർജിൻ. അപ്പോൾ ആ ചന്ദ്രക്കല പോലെ അല്ലെങ്കിൽ ആ കപ്പിൻ്റെ മാർജിൻ ഭാഗം ഉണ്ടല്ലോ, ടോപ്പായിട്ട്. ഇപ്പോൾ ഒരു ഗ്ലാസ് പോലെ ഇങ്ങനെ കണക്കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ ചുണ്ടോട് ചേർക്കുന്ന ആ ടോപ്പ് ഭാഗം, ആ ടോപ്പ് ഭാഗത്തെ മാർജിൻ, അതാണ് മാർജിൻ ഉദ്ദേശിക്കുന്നത്. ആ മാർജിൻ പല സ്പീഷീസുകളും പലതായിരിക്കും. ചില സ്പീഷീസുകളിൽ അത് സ്മൂത്തായിരിക്കും, നല്ല സ്മൂത്തായിട്ട്, വേറെ റഫായിട്ടുള്ള ഒരു സംഭവമില്ല, അത് സ്മൂത്തായിരിക്കും. ഇനി ചില സ്പീഷീസുകളുള്ളത് ലൈക്ക് സ്പൈനി, ഒരു മുള്ളു പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് സ്ട്രക്ചർ ആയിരിക്കും ചില സ്പീഷീസുകൾ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പിക്ചറിനകത്തും ഏകദേശം സ്പൈനി പോലത്തെ ഒരു സ്ട്രക്ചറാണ് കാണുന്നത്. ഓക്കെ, അത് കുറച്ചുകൂടി സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തോന്നും, ഉണ്ട് ഒരു സ്പൈനി പോലെ, ഒരു മുള്ളു പോലെ അതിൻ്റെ മാർജിൻ്റെ ഒരു പോർഷൻ ഉണ്ടാവും. ഇനി മറ്റു ചില സ്പീഷീസിൽ അതിൽ ഫിംബ്രിയേറ്റ് ആണ്. ഫിംബ്രിയേറ്റ് മീൻസ് ലൈക്ക് ഒരു രോമം പോലെ അല്ലെങ്കിൽ ഒരു വിരൽ പോലെയൊക്കെ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. നമ്മൾ സൈഡിലൊക്കെ തയ്ച്ച് പിടിപ്പിക്കുന്ന പോലെ, ഡ്രസ്സിൻ്റെയൊക്കെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുന്ന പോലത്തെ ഒരു കൈൻഡ് ഓഫ് ഷേപ്പ് ആയിരിക്കും തോന്നുക. അപ്പോൾ മനസ്സിലാക്കുക, നമ്മളൊക്കെ നോക്കുമ്പോഴത്തേക്കും ഡോർസൽ സർഫസിൽ തന്നെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്, ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് ഗെമ്മെ കപ്പ് എന്ന് പറയുന്നത്. ഒരു ക്രസൻറ്റ് ലൈക്ക് ചന്ദ്രക്കല ഷേപ്പിലുള്ള ഒരു കപ്പാണ്. ആ കപ്പ് അതിൻ്റെ മാർജിൻ എങ്ങനെയാണെന്ന് പറഞ്ഞത്, സ്മൂത്തോ സ്പൈനിയോ ഫിംബ്രിക്കേറ്റ് ആയിരിക്കും. ആൻഡ് ഈ ഗെമ്മെ കപ്പിനുള്ളിൽ ഗെമ്മെ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാകും കേട്ടോ. ആ സ്ട്രക്ചറാണ് ശരിക്കും റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് റീപ്രൊഡക്ഷൻ പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ ഗെമ്മെ കപ്പിനുള്ളിൽ ഗെമ്മെ എന്നൊരു സംഭവമുണ്ട്. ഈ ഗെമ്മയാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ഈച്ച് ബ്രാഞ്ച് ഓഫ് താലസ് ഗ്രോ ഇൻഡെഫിനിറ്റ്ലി ബൈ മീൻസ് ഓഫ് എപ്പിക്കൽ ഗ്രോയിങ് പോയിന്റ്. ഇനി നമ്മുടെ താലസ് നോക്കുക, ഈ താലസ് ഇൻഡെഫിനിറ്റ് ആയിട്ട് ഗ്രോ ചെയ്യും. അതെങ്ങനെ ഡൈക്കോട്ടമസ് ആയിട്ട് കുറച്ച് ഗ്രോ ചെയ്യുന്നു, ഡൈക്കോട്ടമസ് ആയിട്ട് ബ്രാഞ്ച് ചെയ്യുന്നു, അത് വീണ്ടും ഓരോ ബ്രാഞ്ച് ഗ്രോ ചെയ്യുന്നു, വീണ്ടും ഡൈക്കോട്ടമസ് ആയിട്ട് ബ്രാഞ്ച് ചെയ്യുന്നു, അങ്ങനെയാണ് ഇത് ഗ്രോ ചെയ്യുന്നത്. ആ ഗ്രോയിങ് പോയിന്റ്, അതിന് കൃത്യമായിട്ട് ഡൈക്കോട്ടമസ് ബ്രാഞ്ചിൻ്റെ അവിടെ ചെറിയൊരു ഗ്രോയിങ് പോയിൻ്റാണ് നമ്മൾ പറഞ്ഞിരുന്നത് എപ്പിക്കൽ റീജിയനിലായിട്ട്. അത് റിക്സയിലും അങ്ങനെ ഉണ്ട്. ആ പോർഷനെയാണ് നമ്മൾ എപ്പിക്കൽ നോച്ച് എന്ന് പറയുന്നതും കഴിഞ്ഞ ക്ലാസ്സിൽ പറയാം. അപ്പോൾ ആ ഒരു ഫിലമെൻറ്റിൻ്റെ ഒരു ഗ്രോയിങ് പോയിന്റ്, അതായത് മിഡ്രിപ്പ് വന്ന് ചേരുന്നോടെ കുറച്ച് കുഴിഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. ആ ഒരു പോയിന്റിനെയാണ് ഒരു ഫിലമെൻ്റെ ടിപ്പ് ഭാഗത്തായിട്ട്, ആ മിഡ്രിപ്പ് വരുന്ന ഭാഗത്ത് ഒരു ചെറിയ കുഴിവ് പോലെ ഒരു ഗ്രോയിങ് പോയിന്റ് ഉണ്ട്, ഗ്രോ ചെയ്ത് പോകുന്ന ഒരു പോയിന്റ്. ആ പോയിന്റിന് നമ്മൾ അപ്പിക്കൽ നോച്ച് എന്നാണ് പറയാറ്. ഓക്കെ, അപ്പിക്കൽ നോച്ച് എന്നാണ് പറയാറെന്ന് മനസ്സിലാക്കുക. ദെൻ അതൊക്കെ മോർഫോളജിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഡോർസൽ സൈഡിലെ ക്യാരക്ടറുകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം. ദെൻ അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ഡോർസൽ സൈഡിൽ നമ്മൾ മോർഫോളജി നോക്കുകയാണെങ്കിൽ ഡോർസൽ സൈഡിലായിട്ട് കാണപ്പെടുന്ന പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ കാണുന്നത് ഗെമ്മെ കപ്സ് ഉണ്ട്, അതുപോലെ ഡോർസി ഉണ്ട്, ഫ്ലാറ്റൻ്റ് ആണ്, മിഡ്രിപ്പ് ഉണ്ട്, പിന്നെ ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ചിങ് നടക്കുന്നുണ്ട്, എപ്പിക്കൽ നോച്ച് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡോർസൽ സൈഡുകൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി വെൻട്രൽ സൈഡിലേക്ക് പോയി കഴിഞ്ഞാലോ, റിക്സിയയിൽ വെൻട്രൽ സർഫസിൽ മെയിനായിട്ട് ഉണ്ടായിരുന്നത് റൈസോയിഡ്സും അതുപോലെ സ്കെയിൽസും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെയും റൈസോയിഡ്സും ഉണ്ട്, സ്കെയിൽസും ഉണ്ട്. ഓക്കെ,
റൈസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് ലൈക്ക് സ്ട്രക്ചറാണ്, യൂണിസെല്ലുലാർ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ലോവർ എപ്പിഡെർമിസ് ഗ്രോ ചെയ്തിട്ടുണ്ടാവുന്ന യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. റൈസോഴ്സ് എന്ന് പറയുന്നത് ലോവർ എപ്പിഡെർമിസിലെ സെല്ലുകൾ ഗ്രോ ചെയ്തിട്ടുണ്ടാവുന്ന ഒരു സ്ട്രക്ചർ. അത് 2 ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇല്ലേ. ഹെമറ്റോഫൈറ്റ് നമ്മൾ റിക്സിയുടെ കേസിൽ 2 ടൈപ്പ് പറഞ്ഞിരുന്നു. എന്തൊക്കെയായിരുന്നു അത് ഓർക്കണ്ടോ? സ്മൂത്ത് വാൾഡ് ട്യൂബർക്കുലേറ്റ് എന്ന് പറഞ്ഞു. എന്താ സ്മൂത്ത് വാൾഡ് ട്യൂബർക്കുലേറ്റ്? ആ പേര് പറയുന്ന പോലെ തന്നെ സ്മൂത്ത് വാൾഡ് എങ്ങനെയായിരുന്നു, അതിൻ്റെ അകത്തെ വോള്, റൈസോഴ്സിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള വോള് സ്മൂത്ത് ആയിരിക്കും, നേരെ ഇങ്ങനെ കിടക്കുകയാണ്, അതിനകത്ത് വേറെ റഫായിട്ട് വേറെ ഒന്നുമില്ല. ബട്ട് ട്യൂബർക്കുലേറ്റിനകത്തോ, ട്യൂബർക്കുലേ എന്ന് പറയുന്ന സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു പെഗ് ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്, വിരൽ പോലെ ഇങ്ങനെ ഒരു പ്രൊജക്ഷൻസ് ഉണ്ടെന്ന് പറയും. ഉണ്ട്, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അയച്ച് എന്നുള്ള പിക്ചറിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഒരു പെഗ് ലൈക്ക് പ്രൊജക്ഷൻസ്. പിക്ചർ നോക്കുക, ഒരു പെഗ് ലൈക്ക് പ്രൊജക്ഷൻസ് അല്ലെങ്കിൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് നിൽക്കുന്ന കാണാം. ജി എന്നുള്ള പിക്ചറിനകത്തോ സ്മൂത്ത് വാൾഡ് ആയിട്ടുള്ള റൈസോഴ്സ് ആണ്. ആൻഡ് ദെൻ ട്യൂബർക്കുലേറ്റിനകത്ത് ഒരു പെഗ് ലൈക്ക് പ്രൊജക്ഷൻസ് ഇങ്ങനെ തള്ളി നിൽക്കുന്നതായിട്ട് കാണാം. ഈ 2 ടൈപ്പ് റൈസോഴ്സും എന്തിനുണ്ട്, മാർക്കാൻഷ്യയ്ക്കുണ്ട്. ഓക്കെ, ഇത് ചോദിക്കാറുള്ള ചോദ്യം കേട്ടോ, 1 വേർഡിനൊക്കെ നിങ്ങൾക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ്. ഈ ട്യൂബർക്കുലേറ്റ് റൈസോഴ്സ് കാണപ്പെടുന്ന സ്പീഷീസ് ഏതാണെന്നോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. സോ ആ പോയിന്റ് മറക്കാതെ നോക്കുക. അപ്പോൾ റിക്സിക്കും മാർക്കാൻഷ്യയ്ക്കും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഫീച്ചറാണ് നമ്മളിപ്പോൾ പറഞ്ഞ എന്ത്, 2 ടൈപ്പ് റൈസോഴ്സ് ഉണ്ട്. ഇവിടെ ഡോർസൽ പാർട്ടിൽ മിഡ് റിബ് റീജിയനിലായിട്ട്, അവിടെയും മിഡ് റിബ് റീജിയനിൽ തന്നെയാണ്, റിക്സിയുടെ കേസിൽ മിഡ് റിബ് റീജിയനിൽ തന്നെയാണ്. അതുപോലെ എന്താ മാർക്കാൻഷ്യയിലും വെൻട്രൽ സർഫസിൽ മിഡ് റിബ് റീജിയനിലായിട്ട് 2 ടൈപ്പ് ട്യൂബർക്കുലേറ്റ് ആയിട്ടും സ്മൂത്ത് വാൾഡ് ആയിട്ടുള്ള റൈസോഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? റൈസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് ലൈക്ക് സ്ട്രക്ചറാണ്. അപ്പോൾ റൂട്ടിൻ്റെ ഫംഗ്ഷനൊക്കെ തന്നെയായിരിക്കും. റൂട്ടിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താ, ആങ്കർ ചെയ്യുക, എവിടെയെങ്കിലും പിടിച്ച് നിൽക്കാനായിട്ട് സഹായിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അബ്സോർപ്ഷനാണ് അല്ലേ. വെള്ളത്തെയും അതുപോലെ മണ്ണിലുള്ള ന്യൂട്രിയൻസിനെയൊക്കെ അബ്സോർവ് ചെയ്യുക. അപ്പോൾ ഈ ഫംഗ്ഷൻസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെയും റൈസോഴ്സുകൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ സ്കെയിൽസ്. ഇവിടെ സ്കെയിലുകൾക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മൾ റിക്സിയുടെ പിക്ചർ നിങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, അവിടെ സ്കെയിലുകൾ മാർജിൻ റീജിയനിലായിട്ടായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ആ ഒരു താലസിൻ്റെ മാർജിനൽ പോർഷനിലായിട്ട്, തിൻ വാൾഡ് ആയിട്ടുള്ള മാർജിനൽ പോർഷൻസിലാണ് സ്കെയിലുകൾ കൂടുതലായിട്ട് കണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഇതും മിഡ് റിബ് റീജിയനിൽ തന്നെയാണ്. സോ റൈസോയിഡ്സും അലോങ് വിത്ത് റൈസോയിഡ്സ് സ്കെയിൽസും മിഡ് റിബ് റീജിയനിൽ തന്നെയാണ് കാണപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. ദെൻ അവിടുത്തെ പോലെ തന്നെ ഇത് വയലറ്റ് കളറാണ്, കാരണം ഇവിടെ ആന്തോസയാനിൻ പിഗ്മെൻ്റ് ഉണ്ട്. നിങ്ങളിത് പഠിക്കുമ്പോൾ കോമൺ ക്യാരക്ടറുകൾ പഠിച്ചിട്ട് ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. മാർക്കാൻഷ്യസും റിക്സിയും സെയിം ഫീച്ചേഴ്സുകളൊക്കെ തന്നെയാണ്, പക്ഷേ അത് തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പമായിട്ട് നിൽക്കുക. ഓക്കെ, ദെൻ ഇതിന് സ്കെയിൽസ് 2 ടൈപ്പ് ഉണ്ട്. റിക്സിയിൽ ഒരു ടൈപ്പ് സ്കെയിൽ ഉണ്ടായിരുന്നു, പക്ഷേ മാർക്കാൻഷ്യസിൽ 2 ടൈപ്പ് സ്കെയിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതാണ് അപ്പൻഡിക്കുലേറ്റ് ആൻഡ് ലിഗുലേറ്റ്. അപ്പൻഡിക്കുലേറ്റ് ആൻഡ് ലിഗുലേറ്റ്. ഓക്കെ, അപ്പൻഡിക്കുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, അതിൻ്റെ എപ്പിക്കൽ പോർഷൻ, ആ സ്കെയിലിൻ്റെ എപ്പിക്കൽ പോർഷനിലായിട്ട് ഒരു സബ് റൗണ്ടല്ല എന്നാൽ ഒരു സബ് റൗണ്ടായിട്ടുള്ള ഒരു അപ്പൻഡേജ് ഉണ്ടാവും. ഓക്കെ, ഒരു അപ്പൻഡേജ്. അപ്പോൾ അപ്പൻഡേജ് ഉള്ള ഒരു സബ് റൗണ്ട് അപ്പൻഡേജ് ഉള്ള കൈൻഡ് ഓഫ് സ്കെയിൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്പൻഡിക്കുലേറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ടൈപ്പ് ലിഗുലേറ്റ്. അത് നത്തിങ് ബട്ട് അതിനകത്ത് അങ്ങനത്തെ ഒരു അപ്പൻഡേജ് ഒന്നും ഉണ്ടാകത്തില്ല, നോർമലായിട്ട് കാണുന്ന സ്കെയിൽസ് ആയിരിക്കും. അതിനെയാണ് ലിഗുലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്കെയിൽസ്. ഇവിടെ സ്കെയിൽസ് 2 ടൈപ്പ് ഉണ്ട്, റൈസോഴ്സിന് 2 ടൈപ്പ് ഉണ്ട്, സ്കെയിൽസിന് 2 ടൈപ്പ് ഉണ്ട്. റൈസോഴ്സ് ഏതൊക്കെയാണ്, സ്മൂത്ത് വാൾഡ് ആൻഡ് ട്യൂബർക്കുലേറ്റ്. ദെൻ സ്കെയിൽസ് അപ്പൻഡിക്കുലേറ്റ് ആൻഡ് ലിഗുലേറ്റ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് എന്തുണ്ടാവുന്നത്, വെൻട്രൽ സൈഡിലായിട്ട് കാണപ്പെടുന്ന മെയിൻ 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്, റൈസോഴ്സും സ്കെയിൽസും ആണ്. അപ്പോൾ സ്കെയിൽസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോയിങ് പോയിൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഈ ഗ്രോയിങ് പോയിൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. കാരണം അതെന്താ, സ്മൂത്ത് ആയതുകൊണ്ടും തിക്നെസ് കുറവായതുകൊണ്ടും ഒക്കെ ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ സ്കെയിൽസ് ഇച്ചിരി റിജിഡ് സ്ട്രക്ചറാണ്. ആ സ്കെയിലുകൾ എപ്പോഴും ഇതിനൊരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് നിൽക്കുന്നതാണ് സ്കെയിലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിന് മറ്റൊരു ഫംഗ്ഷൻ കൂടെ ഉണ്ട്, റീറ്റെയിൻ സം വാട്ടർ ബൈ കാപ്പിലറി ആക്ഷൻ. ഓക്കെ, കാപ്പിലറി ആക്ഷൻ എന്ന് കേട്ടിട്ടുണ്ട്. ഒരു കാപ്പിലറി ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഒരു ഓസിൽ കൂടെ വെള്ളം ഒഴുകുന്നൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊരു കാപ്പിലറി ഫോഴ്സാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അതൊരു വെള്ളത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. മറ്റുള്ളൊരു സബ്സ്ട്രേറ്റത്തിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് മൂവ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അതിനോട് അറ്റാച്ച് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റുക.
ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു കഴിവ്. ഇപ്പോൾ നമ്മുടെ പ്ലാന്റ്സിൽ ബോട്ടണിയില കാപ്പിലറി ഫോഴ്സ് വൻ ഉപയോഗമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പിരേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ റൂട്ടിൽ നിന്നുള്ള വെള്ളത്തെ ലീഫിലെത്തിക്കുന്നതിന് കാപ്പിലറി ഫോഴ്സ് ഒരു വലിയ ഫാക്റ്റാണ്. സോ അതുപോലെ ഇവിടെയും ആ സ്കെയിൽസിൽ ഒരു ചെറിയ കാപ്പിലറി ഫോഴ്സ്, ഒരു അട്രാക്ഷൻ വെച്ചിട്ട് അതൊരു കുറച്ച് വെള്ളത്തെ റിട്ടേൺ ചെയ്യുന്നു. അപ്പം ഒരു ഡ്രോട്ടൊക്കെ വന്നു കഴിഞ്ഞാലും ഒരു ലിമിറ്റ് വരെ, ഒരു പർട്ടിക്കുലർ സ്റ്റേജ് വരെയൊക്കെ പിടിച്ച് നിൽക്കാനായിട്ട് ആ റിട്ടേൺ ചെയ്ത വാട്ടർ കൊണ്ടൊക്കെ ചിലപ്പോൾ ഇതിന് സാധിച്ചെന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറലായിട്ടൊരു മോർഫോളജി തന്നെ. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സ്പെഷ്യൽ ടൈപ്പ് സ്ട്രക്ചറുകൾ, അതായത് പെട്ടെന്ന് തന്നെ നോക്കിയാൽ കാണുന്ന 2 സ്പെഷ്യൽ ടൈപ്പ് സ്ട്രക്ചറുകൾ ഇതിനുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മുടെ റിക്സയിൽ നമ്മൾ പറഞ്ഞു ഗെമറ്റോഫൈറ്റിക് കഴിഞ്ഞ് സ്പോറോഫൈറ്റിക് ജനറേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ സൈഗോട്ടൊക്കെ ഫോം ചെയ്യുന്ന ഗെമേറ്റുകൾ ഫോം ചെയ്യുന്ന ആർക്കിഗോണിയം, ആന്ത്രീഡിയം, ഈ 2 സ്ട്രക്ചറുകളും നമ്മുടെ ഫിലമെൻസിൻ്റെ ഇൻബിറ്റ്വീനായിട്ടുള്ള എയർ ചേമ്പറിലാണെന്ന് പറഞ്ഞിരുന്നു. ബട്ട് ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അതിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യലൈസ്ഡ് ഇറക്റ്റ് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ആ വാക്ക് ശ്രദ്ധിക്കുക. ഇറക്റ്റ് ആണ്. എന്താണ്? നിവർന്ന് നിൽക്കുന്നതാണ്. നേരെ സ്ട്രൈറ്റ് ആയിട്ട് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ മെയിൽ താലസിലും അങ്ങനെയുണ്ട്, അതുപോലെ ഫീമെയിൽ താലസിലും ഉണ്ട്. അങ്ങനത്തെ ഉള്ള ഇറക്റ്റ് ബ്രാഞ്ചുകളെ മെയിലിൻ്റെ കേസിൽ നമ്മൾ ആന്ത്രിഡിയോഫോർ എന്നും ഫീമെയിലിൻ്റെ കേസിൽ ആർക്കിഗോണിയോഫോർ എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലാക്കുക. ഇതിൻ്റെ ഡോർസൽ സൈഡിലായിട്ട് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് സെക്ഷുവൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് 2 ഡിഫറെൻറ്റ് ടൈപ്പ്, മെയിൽ ആൻഡ് ഫീമെയിൽ, ഡിഫറെൻറ്റ് ടൈപ്പ് ഇറക്റ്റ് ബ്രാഞ്ചസ് ഉണ്ടാകാറുണ്ട്. ഇറക്റ്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ്. നോർമൽ ബ്രാഞ്ച് എല്ലാം എങ്ങനെയാണ്? പോസ്ട്രേറ്റ് ബ്രാഞ്ചസ് ആണ്. ഇവിടെ ഇറക്റ്റ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ ഉണ്ടാകുന്നത്. ആ ഇറക്റ്റ് ബ്രാഞ്ചസ് ആർ സ്പെഷ്യലൈസ്ഡ് ഫോർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, അത് മെയിലാണെങ്കിൽ അതിനെ ആന്ത്രിഡിയോഫോർ എന്നും ഫീമെയിലാണെങ്കിൽ അതിനെ ആർക്കിഗോണിയോഫോർ എന്നും വിളിക്കുന്നു. ഓക്കെ, നോക്കൂ, ഇതിപ്പോൾ നിങ്ങൾ ഈ പിക്ചറിനകത്ത് കാണുന്നുണ്ട്. മാർക്കാൻഷ്യ സ്പീഷീസിനകത്ത് എ കാണുന്നത് മെയിൽ പ്ലാന്റ് ആണ്. അതിൽ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച്, ഒരു പൂ പോലത്തെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ആ സ്ട്രക്ചർ, ആ ഡിസ്ക് നോക്കുക, അതിൻ്റെ ആ ഷേപ്പ് എങ്ങനെയാണെന്നൊന്ന് നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ മെയിൽ പ്ലാന്റിൽ അങ്ങനെ ഇറക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ബ്രാഞ്ച് സ്പെഷ്യലി ഫോർ റീപ്രൊഡക്ഷനാണ് വിളിക്കുന്നതാണ് ആന്ത്രിഡിയോഫോർ. ആന്ത്രിഡിയോഫോറിനകത്താണിക്കും ആന്ത്രേഡിയൊക്കെ ഉണ്ടാകുന്നതും ആന്ത്രേഡിയൊക്കെ എത്താതാണ് നമ്മുടെ മെയിൽ ഗെമീറ്റ് ഒക്കെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ബി നോക്കുക, ഫീമെയിൽ താലസാണ്. ഫീമെയിൽ താലസിൽ ഇറക്റ്റായിട്ട് അതിൻ്റെ ഡിസ്കിൻ്റെ ഷേപ്പിന് 2 ഡിഫറൻസ് ഉണ്ട്. അത് കണ്ട് മെയിലാണോ ഫീമെയിലാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആർക്കിഗോണിയോഫോർ എന്നാണ് വിളിക്കുന്നതിന്. ഓക്കെ, ഇറക്റ്റ് ആയിട്ടുള്ള ബ്രാഞ്ച് ഉണ്ടാകുന്നു. എവിടെ നിന്ന് ഉണ്ടാകുന്നത് ശ്രദ്ധിച്ച് നോക്കൂ. മിഡ്രിപ്പ് റീജിയനിൽ നിന്നാട്ടോ അത് ഉണ്ടാകുന്നത്. മിഡ്രിപ്പ് റീജിയനിൽ നിന്ന് അങ്ങനെ എന്തുണ്ടാകുന്നു? ഒരു ആർക്കിഗോണിയോഫോർ ഉണ്ടാകുന്നു. അപ്പോൾ ആർക്കിഗോണിയോഫോറിനകത്ത് ആർക്കിഗോണിയം ഉണ്ടാവും. ആർക്കിഗോണിയത്തിനകത്തായിരിക്കും എഗ് അല്ലെങ്കിൽ ഫീമെയിൽ ഗെമീറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. സോ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു മോർഫോളജി പറഞ്ഞാൽ. പെട്ടെന്ന് പറയാം. ഗെമറ്റോഫൈറ്റ് ആണ്. അത് താലസ് പോസ്ട്രേറ്റ്, ഡോർസിവൽ ആൻഡ് ഡൈക്കോട്ടംസിലി ബ്രാഞ്ചഡാണ്. ഒരു ഡിസ്റ്റിങ്ക്റ്റ് മിഡ്രിബ് ഉണ്ടാവും. അതിൽ ഗെമ്മെ കപ്സ് ഉണ്ടാവും. ഗെമ്മെ കപ്സിനകത്ത് ജെമ്മ ഉണ്ടാവും. ജെമ്മ എന്ന് പറഞ്ഞത് ഒരു ഗെമ്മെന്ന് ജെമ്മയെന്നൊക്കെ പറയാൻ കേട്ടോ. ഗെമ്മ അല്ലെ ജെമ്മ, നിങ്ങൾക്ക് ഏതാണ് എളുപ്പം പോലെ വിളിക്കും. ജെമ്മെ കപ്പ് ഉണ്ടാവുക. ജെമ്മ എന്ന് പറഞ്ഞാൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ്റെ ഒരു പാർട്ടാണെന്ന് പറഞ്ഞു. അതുപോലെ എൻ്റെ വെൻട്രൽ സർഫസിൽ മെയിനായിട്ട് 2 കാര്യങ്ങളുണ്ടാകുന്നത് റൈസോയിഡ്സും സ്കെയിൽസും. റൈസോയിഡ്സ് 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ട്യൂബർക്കുലേറ്റും ഉണ്ട്, സ്മൂത്ത് വാൾഡും ഉണ്ട്. അതുപോലെ സ്കെയിൽസ് 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? പെല്ലിക്കുലേറ്റ്, ലിഗുലേറ്റ്. അതുപോലെ ഇതിൽ മെച്യൂറായി കഴിയുമ്പോൾ, താലസ് മെച്യൂറായി കഴിയുമ്പോൾ റീപ്രൊഡക്ഷന് വേണ്ടി മെയിൽ താലസിന് ഒരു ഇറക്റ്റ് ബ്രാഞ്ച് ഉണ്ടാകുന്നു. അതിനെ ആന്ത്രിഡിയോഫോർ എന്നും, അതുപോലെ ഫീമെയിൽ ബ്രാഞ്ചസിന് ഒരു ഇറക്റ്റ് താലസ് ഉണ്ടാകുന്നു. അതിനെ ആർക്കിഗോണിയോഫോർ എന്നുമാണ് വിളിക്കുന്നത്. ഇത്രയുമാണ് ജനറലി അതിൻ്റെ മോർഫോളജി നമ്മൾ പഠിച്ചത്. ഇനി ഈ കാര്യങ്ങൾ ആർക്കിഗോണിയോ ആന്ത്രിഡിയോഫോറൊക്കെ നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ പറയുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജസ്റ്റ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മോർഫോളജിക്കൽ കാര്യം കഴിഞ്ഞു. ഇനി അതിൻ്റെ അനാട്ടമിക്കൽ എങ്ങനെയാണ്, ഇൻറ്റേർണൽ അനാട്ടമി എങ്ങനെയാണ് എന്ന് നോക്കാം. നോക്കൂ, ഇത് ആ ഒരു സ്ട്രക്ചർ കുറച്ചുകൂടെ ലൈവായിട്ട് കാണുന്ന റിയൽ പിക്ചേഴ്സാണ്. കൈ പിടിച്ചേക്കുന്ന കാണുന്ന ആർക്കിഗോണിയോസ്പോറും ഇപ്പുറം കാണുന്ന ആന്ത്രിഡിയോഫോറുമാണ്. ഓക്കെ, അതിൻ്റെ ആ ഒരു ഡിഫറൻസ് കണ്ടോ? സ്ട്രക്ചറൽ ഡിഫറൻസ് നോക്കി മനസ്സിലാക്കുക. ഇതിങ്ങനെ നമ്മളൊരു ഒരു സ്ഥലത്തൊക്കെ പോയി നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ധാരാളമായിട്ട് ഇതുപോലെ ആർക്കിഗോണിയോഫോറൊക്കെ ഇങ്ങനെ പൊങ്ങി ഇരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അത് കാണാൻ പറ്റുന്നതോടെ തന്നെ നമുക്കത് മനസ്സിലാക്കാം ഇതെന്താ ഈ ബ്രയോഫിറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കാൻഷിയാണ് എന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, ഇൻറ്റേർണൽ സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ ഇൻറ്റേർണൽ സ്ട്രക്ചർ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
റിക്സിയുടെ കേസുമായിട്ട് കുറച്ചുകൂടെ അഡ്വാൻസ്മെൻറ്റ് വന്നു, ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. കാരണം എന്താ, അവിടെ രണ്ട് ഡിഫറൻസിയേഷൻ ഉണ്ടായിരുന്നു നമുക്ക്. എന്താണ്, ഫോട്ടോസിന്തറ്റിക് റീജിയനും പിന്നെ സ്റ്റോറേജ് റീജിയനും. ഇവിടെ വന്നപ്പോഴത്തേക്ക് എക്സ്ട്രാ ഒരു എപ്പിഡെർമൽ റീജിയനോട് വന്നു. കാരണം ഇവിടെ എപ്പിഡെർമിസ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് എപ്പിഡെർമിസ് ആണ്. ആ എയർപോറിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുക. എന്താ, പോളിഗണലായിട്ടോ അല്ലെങ്കിൽ റെക്റ്റാങ്കിളായിട്ടോ ഒക്കെ ഇട്ടു പ്രത്യേക സ്ട്രക്ചറിലൊക്കെ നിൽക്കുന്ന എയർപോറുകളൊക്കെയാണ് ഇവിടുത്തെ എപ്പിഡെർമിസിലുള്ളത്. അവിടെ അത്ര എപ്പിഡെർമിസ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഫോട്ടോസിന്തറ്റിക് ഫിലമെൻറ്റിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള സെല്ലുകൾ മാത്രം കുറച്ച് കളർലെസ് ആയിട്ട് നിന്നിട്ട് ഫോട്ടോസിന്തറ്റിക് അല്ലാതെ നിന്നിട്ട് ഒരു എപ്പിഡെർമിസിൻ്റെ ആക്ടിവിറ്റി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ക യുവർ ട്രൂ എപ്പിഡെർമിസ് പോലെയല്ല. ബട്ട് ഇവിടെ ട്രൂ എപ്പിഡെർമിസ് ആണ്, മാത്രമല്ല കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. സോ ഇവിടെ ഇൻറ്റേർണലി നമുക്കതിനെ 3 റീജിയനായിട്ടാണ് തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എപ്പിഡെർമൽ റീജിയൻ, സെക്കൻഡ് വൺ ഫോട്ടോസിന്തറ്റിക് റീജിയൻ, ആൻഡ് തേർഡ് വൺ ഈസ് സ്റ്റോറേജ് റീജിയൻ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എപ്പിഡെർമൽ റീജിയൻ നോക്കാം. എപ്പിഡെർമൽ റീജിയൻ ഇൻക്ലൂഡ് അപ്പർ ആൻഡ് ലോവർ എപ്പിഡെർമിസ്. മുകൾ ഭാഗത്ത് ഡോർസൽ സൈഡിലെ എപ്പിഡെർമിസിൽ മാത്രമല്ല ഇൻക്ലൂഡ് ചെയ്യുന്നത്, എന്താ, ഡോർസൽ സൈഡിലെയും അതുപോലെ വെൻട്രൽ സൈഡിലെയും എപ്പിഡെർമിസിനെ കോമൺ ആയിട്ട് ചേർത്ത് ഒരുമിച്ചായിട്ട് നമ്മൾ പറയുന്നത് എപ്പിഡെർമൽ റീജിയൻ എന്ന് പറയുന്നത്. ദ അപ്പർ എപ്പിഡെർമിസ് പ്രൊട്ടക്ട് ദ ഫോട്ടോസിന്തറ്റിക് റീജിയൻ. അതിൻ്റെ ഫംഗ്ഷൻ എന്താ, നോർമലി നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് റീജിയനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ വ്യത്യാസം മനസ്സിലാക്കുക. ഈ ഫോട്ടോസിന്തറ്റിക് റീജിയനകത്ത് എന്താ, ഫിലമെൻറ്റ്സ് ഒരിക്കലും എന്താ മറ്റേ റിക്സിയ പോലെ അടുത്തടുത്ത് അങ്ങനെ ഹൈ ആയിട്ട് നിൽക്കുമല്ല കേട്ടോ, ഒരു ചേമ്പറിനകത്താണ് നിൽക്കുന്നതെന്നുള്ള പോയിന്റ് എപ്പോഴും മനസ്സിലാക്കണം. ഓക്കെ, ഇറ്റ് ഈസ് ഇൻട്രപ്റ്റഡ് ബൈ മെനി ബാരൽ ഷേപ്പ്ഡ് എയർപോർട്സ് ദാറ്റ് ഓപ്പൺ ഇൻറ്റേർണലി ഇൻറ്റു എയർ ചേമ്പേഴ്സ്. നമ്മൾ പറഞ്ഞ ഒരു സ്പെഷ്യൽ ടൈപ്പ് എയർപോർട്ടും ഉണ്ട്. ഇവിടെ ബാരൽ ഷേപ്പ് എന്ന് പറഞ്ഞു, ബാരൽ ഷേപ്പ് ആവാം, പോളിഗണലാവാം. ബാരൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ വാട്ടർ ഒക്കെ വെള്ളമൊക്കെ എടുത്ത് വെക്കുന്ന ബാരലിൻ്റെ ആ ഷേപ്പ് ഉദ്ദേശിച്ചാൽ മതി. ഓക്കെ, ബാരൽ ഷേപ്പ്ഡ് എയർപോർട്സ് ദാറ്റ് ഓപ്പൺ ഇൻറ്റേർണലി ഇൻറ്റു എയർ ചേമ്പേഴ്സ്. അകത്തേക്ക് എയർ ചേമ്പേഴ്സ് ഉണ്ട്. ഈച്ച് പോർ ഈസ് സറൗണ്ടഡ് ബൈ 4 to 8 സൂപ്പർ ഇമ്പോസ്ഡ് ടയേഴ്സ് ഓഫ് സെൽസ്. ടയേഴ്സ് എന്ന് പറഞ്ഞാൽ റോസ് ഓഫ് സെല്ല്, റോ ആയിട്ട്. അപ്പോൾ എന്താ, ഇതാ ഞാൻ പറഞ്ഞേ, അവിടെ ജസ്റ്റ് റിക്സിയുടെ കേസിൽ വെറുതെ ഒരു എയർപോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, എന്താ, ആ എയർപോറിന് കുറച്ച് അഡീഷണൽ സ്ട്രക്ചറുകളൊക്കെ ഉണ്ട്. ഒന്നെന്താ, ബാരൽ ഷേപ്പ്ഡ് ആണ്. അതുപോലെ അതിനെ സറൗണ്ട് ചെയ്തിട്ട് 4 to 8 സൂപ്പർ ഇമ്പോസ്ഡ് റോസ് ഓഫ് സെൽസ് ഉണ്ട്. സോ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടൊരു ടൈപ്പ് ഓഫ് എയർപോറാണ് ഉള്ളത്. The cells of the lower tier project inward, giving the pore a star-shaped appearance. അപ്പോൾ ആ ഒരു റോ ഇങ്ങനെ അടുക്കി എത്രയാണ്, 4 മുതൽ 8 അടുക്ക് സെല്ലുകൾ ചേർന്നിട്ടാണ് ആ എന്താ അതിന് ചുറ്റും, അതായത് ആ നമ്മുടെ എയർ പോറിന് ചുറ്റുമായിട്ട് 4 മുതൽ 8 അടുക്ക് സെല്ലുകളുണ്ട് നമ്മൾ പറഞ്ഞു. അതിൽ ഏറ്റവും അടിഭാഗത്തെ അടുക്കിന്, അത് ആ റോയിലുള്ള സെല്ലെന്ന് പറഞ്ഞാൽ അത് കുറച്ച് അകത്തേക്ക് വളഞ്ഞു നിൽക്കും, ഇൻവേർഡായിട്ട് എന്ത് ചെയ്യും, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. അങ്ങനെ അപ്പോൾ നമുക്ക് മുകളിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇതിനൊരു സ്റ്റാറി അപ്പിയറൻസ് വരും. കണ്ടാൽ ഒരു സ്റ്റാർ ഷേപ്പ് തോന്നിക്കുക ഇങ്ങനെ ഇൻവേർഡായിട്ട് നിൽക്കുന്നതുകൊണ്ട്. ഓക്കെ, ദെൻ ലോവർ എപ്പിഡെർമിസ് ഫോംസ് എ ലോവർ മോസ്റ്റ് ലെയർ ഓഫ് സ്റ്റോറേജ് റീജിയൻ. എന്താ, നമുക്കറിയാവുന്ന പോലെ തന്നെ ഏറ്റവും അടിഭാഗം സ്റ്റോറേജ് റീജിയൻ്റെയും താഴെയായിട്ട് വരുന്ന ഭാഗമാണെന്ന് പറയുന്നത് ലോവർ എപ്പിഡെർമിസ് എന്ന് പറഞ്ഞത്. ലോവർ എപ്പിഡെർമിസ് എന്നായിരിക്കും എന്തെല്ലാം ഉണ്ടാകുന്നത്, റൈസോഴ്സും സ്കെയിൽസും ഉണ്ടാകുന്നത്. അത് നമ്മുടെ റിക്സിയെ പറഞ്ഞ പോലെ തന്നെയാണ്. എന്താ, ലോവർ എപ്പിഡെർമിസിൽ നിന്ന് റൈസോഴ്സും, 2 ടൈപ്പ് റൈസോഴ്സും ഉണ്ടാകുന്നു, അതുപോലെ സ്കെയിൽസ് ഉണ്ടാകുന്നു. അതുണ്ടാകുന്നത് മിഡ്രിപ്പ് റീജിയനിൽ മാത്രമാണെന്നുള്ള ഓർത്ത് വെക്കുക കേട്ടോ. അതുപോലെ റിക്സിയയിൽ പക്ഷേ സ്കെയിൽസ് മാർജിനിലായിരുന്നു, ഇവിടെ സ്കെയിൽസ് മിഡ്രിപ്പിലാണ്. റൈസോഴ്സ് 2ലും മിഡ്രിപ്പിൽ തന്നെയാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് റീജിയൻ നോക്കാം. സെക്കൻഡ് റീജിയൻ ഏതാണ്, സ്റ്റോറേജ് റീജിയൻ. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോസിന്തറ്റിക് റീജിയൻ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് നോക്കിയാൽ ഞാൻ പറഞ്ഞല്ലോ, ഓരോ റൂം പോലെ എയർ ചേമ്പറിനകത്ത് നമ്മുടെ ഫിലമെൻറ്റ്സ് ഉണ്ട്. ആ ഫിലമെൻറ്റ്സ് നല്ല ലെങ്തി ഫിലമെൻറ്റ്സ് ഒന്നുമല്ല, കുറച്ചുകൂടെ ഷോർട്ട്. റിക്സിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഷോർട്ട് ഫിലമെൻറ്റ്സും ആയിരിക്കും, ബ്രാഞ്ചഡ് ഫിലമെൻറ്റ്സും ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് പറഞ്ഞിട്ടില്ല, എന്നാലും കുറച്ച് ബ്രാഞ്ച്, 1-2 ബ്രാഞ്ചസ് ഒക്കെ ഉള്ള ടെക്സ്റ്റ് പിക്ചറിനകത്ത് കാണാം. ബ്രാഞ്ചഡായിട്ട് ഫിലമെൻറ്റ്സ് ആയിരിക്കും നമ്മുടെ ഫോട്ടോസിന്തറ്റിക് ഫിലമെൻറ്റ്സ് പറഞ്ഞാൽ. നിറച്ച് എന്തായിരിക്കും, ക്ലോറോപ്ലാസ്റ്റുകളുണ്ടായിരിക്കും. അത് ഫോട്ടോസിന്തറ്റിക് ഫംഗ്ഷൻ നടത്തുകയും ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ധാരാളം ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഷോർട്ടായിട്ടുള്ള ഫിലമെൻസുകൾ എവിടെയുണ്ട്, എയർ ചേമ്പറിനകത്തുണ്ട്. അതുപോലെ ധാരാളം എയർ ക്യാവിറ്റികളും ഉണ്ട്. നമ്മൾ റിക്സിയെ കഴിഞ്ഞും കുറച്ചുകൂടെ എയർ ക്യാവിറ്റികളൊക്കെ കൂടുതലാണ്. ഓക്കെ, സെക്കൻഡ് റീജിയൻ ഫോട്ടോസിന്തറ്റിക് റീജിയൻ ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് എയർ ചേമ്പേഴ്സ്. അതിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് എയർ ചേമ്പേഴ്സ്. അഡ്ജസൻറ്റ് ചേമ്പേഴ്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ എ സിംഗിൾ പാർട്ടീഷൻ വാൾ. ഞാൻ പറഞ്ഞപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നു തോന്നുന്നു. ഫോട്ടോസിന്തറ്റിക് റീജിയനാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇപ്പോൾ അതിൻ്റെ നോട്ട് തന്നെയാണ് പറയുന്നത്. ഇടയ്ക്ക് സ്റ്റോറേജ് ആയിട്ടൊരു കൺഫ്യൂഷൻ വന്നു. ഓക്കെ, ഇത് നോക്കുക, പോയിന്റ് നോക്കുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് എയർ ചേമ്പേഴ്സ്
ദെൻ അഡ്ജസൻറ്റ് ചേമ്പേഴ്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ എ സിംഗിൾ ലെയർഡ് പാർട്ടീഷൻ വാൾ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ലെയർ പാർട്ടീഷൻ വാൾ ഉണ്ടാവും, ഓരോ ചേമ്പറുകളെയും സെപ്പറേറ്റ് ചെയ്യാം. മെയ്ഡ് അപ്പ് 4 to 6 തിൻ വാൾഡ് ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് സെൽ. ആ പാർട്ടീഷൻ വാളും എങ്ങനെയാണ്, ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് ആണ്. അത് 4 മുതൽ 6 വരെ സെല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഓക്കെ, അങ്ങനെ കുറേ എയർ ചേമ്പറുണ്ട്. ഈ എയർ ചേമ്പറിൻ്റെ അകത്തായിരിക്കും എന്തുണ്ടാവുക, എയർ ചേമ്പറിൻ്റെ അകത്തായിരിക്കും നമ്മുടെ ഫോട്ടോസിന്തറ്റിക് ഫിലമെൻറ്റ്സ് ഉണ്ടാവുക. ഓക്കെ, മെനി സിമ്പിൾ ഓർ ബ്രാഞ്ചഡ് ഫോട്ടോസിന്തറ്റിക് ഫിലമെൻറ്റ്, അത് ശ്രദ്ധിക്കണം, ബ്രാഞ്ചഡ് എന്നുള്ള പോയിന്റ്. ഓക്കെ, മെനി സിമ്പിൾ ഓർ ബ്രാഞ്ചഡ് ഫോട്ടോസിന്തറ്റിക് ഫിലമെൻറ്റ്സ് എറൈസ് ഫ്രം ദ ഫ്ലോർ ഓഫ് ഈച്ച് ചേമ്പർ. എല്ലാ ചേമ്പറിൻ്റെ ഫ്ലോറിന് തറഭാഗത്തുനിന്ന് അടിഭാഗത്തുനിന്ന് ബ്രാഞ്ചഡ് ആയിട്ടോ അല്ലാതെ ആയിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് ഫിലമെൻറ്റ്സ് ഉണ്ടാകുന്നു. ദീസ് ഫിലമെൻറ്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് സെൽസ്. നമുക്കറിയാവുന്ന റീജിയൻ്റെ പേര് തന്നെ എന്താണ്, ഫോട്ടോസിന്തറ്റിക് റീജിയൻ എന്നാണ്. സോ അതെല്ലാം ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് സെല്ലുകൾ തന്നെയായിരിക്കും. ഓക്കെ, കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, അത് ലാസ്റ്റ് ആയിട്ടുള്ള റീജിയനാണ് സ്റ്റോറേജ് റീജിയൻ എന്ന് പറയുന്നത്. സ്റ്റോറേജ് റീജിയൻ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ എന്താണ്, ഇറ്റ് ഈസ് സ്റ്റോറേജ് ഇൻ ഫംഗ്ഷൻ. ഇറ്റ് ലൈസ് ബിലോ ദ ഫോട്ടോസിന്തറ്റിക് റീജിയൻ. ആസ്ലൈക്കും റിക്സിയ പോലെ തന്നെ തൊട്ട് താഴെ, അതായത് നമ്മുടെ ഫോട്ടോസിന്തറ്റിക് റീജിയൻ്റെ തൊട്ട് താഴെയായിട്ടായിരിക്കും സ്റ്റോറേജ് റീജിയൻ ഉണ്ടായിരിക്കുക. ദെൻ ഇറ്റ് ഈസ് കോമ്പാക്ട് സോൺ. അല്ല, റിക്സിയിലും കോമ്പാക്റ്റ് ആയിരുന്നു. ഓഫ് സെവറൽ ലെയേഴ്സ് ഓഫ് പോളിഗണൽ പാരൻകൈമാറ്റസ് സെൽ. പോളിഗണൽ ആയിട്ടുള്ള പാരൻകൈമാറ്റസ് സെല്ല് വളരെ കോമ്പാക്റ്റ് ആയിട്ട്, അതായത് അതിനിടയ്ക്ക് ഇൻട്രാസെല്ലുലാർ സ്പേസസോ എയർ ക്യാവിറ്റികളോ ഒന്നും ഉണ്ടാകത്തില്ല. പക്ക കോമ്പാക്റ്റ് ആയിട്ട് നല്ല തിക്കായിട്ട് അടുക്കി വെച്ചേക്കുന്ന പോലത്തെ പാരൻകൈമാറ്റസ് ആയിട്ടുള്ള സെല്ലുകളുടെ ഒരു ലെയേഴ്സാണ് സ്റ്റോറേജ് റീജിയനിൽ കാണുന്നത്. അവിടെ മെയിൻ ഫംഗ്ഷൻ സ്റ്റോറേജ് തന്നെയാണ്. ദെൻ സെൽസ് ഡിവോയിഡ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ഇൻട്രാസെല്ലുലാർ സ്പേസസ്. ക്ലോറോപ്ലാസ്റ്റും ഇല്ല, ഞാൻ പറഞ്ഞ പോലെ ഇൻട്രാസെല്ലുലാർ സ്പേസസും ഇല്ല. ദെൻ ദീസ് സെൽസ് സ്റ്റോർ സ്റ്റാർച്ച് ഓർ പ്രോട്ടീൻ ഗ്രാനുൾസ് ആൻഡ് സം മ്യൂസിലേജ് ആൻഡ് ഓയിൽ. ഓക്കെ, ഇത് സ്റ്റോറേജ് എന്ന ഫംഗ്ഷൻ. എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത് നോക്കുക. സ്റ്റാർച്ച് ഓർ പ്രോട്ടീൻ. സ്റ്റാർച്ച് ആണ് മെയിൻലി, കാരണം ഫോട്ടോസിന്തസിസിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫുഡ് മെറ്റീരിയലായിട്ട് കിട്ടുന്നത് കൂടുതലും കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ സ്റ്റാർച്ച് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്, അപ്പോൾ സ്റ്റാർച്ച് ആയിരിക്കണം മെയിൻ. ദെൻ പ്രോട്ടീൻ ഗ്രാനുൾസ് ആൻഡ് സം മ്യൂസിലേജ് ആൻഡ് ഓയിൽ. ചില മ്യൂസിലേജുകളും ചില ഓയിലുകളൊക്കെ, അതിനൊക്കെ ഒരു പർപ്പസ് ഉണ്ടാവും. ഓയിലുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ആവശ്യം വരുമ്പോൾ എടുക്കാൻ. അപ്പോൾ അതാണ് മെയിൻ ഫംഗ്ഷൻ സ്റ്റോറേജ് റീജിയൻ്റെ. അതെങ്ങനെയാണ്, പാരൻകൈമാറ്റ സെല്ലുകളാണ്. പോളിഗണലായിട്ട് പാരൻകൈമാറ്റ സെല്ലുകൾ കോമ്പാക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ് എന്ന് പറയുന്നത് സ്റ്റോറേജ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ മാർക്കാൻഷിയൽസിൻ്റെ അല്ലെങ്കിൽ മാർക്കാൻഷിയയുടെ ബേസിക് ആയിട്ടുള്ള ഒരു അനാട്ടമി എന്ന് പറഞ്ഞാൽ. 3 റീജിയൻ ഉണ്ട്. എപ്പിഡെർമൽ റീജിയൻ ഉണ്ട്, ഫോട്ടോസിന്തറ്റിക് റീജിയൻ ഉണ്ട്, അതേപോലെ സ്റ്റോറേജ് റീജിയനും ഉണ്ട്. അപ്പോൾ മാർക്കാൻഷിയയുടെ മോർഫോളജി അതുപോലെ തന്നെ ബേസിക് അനാട്ടമിയും മനസ്സിലായി എന്ന് കരുതുന്നു. റിക്സിയോട് കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് രണ്ടും മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, അതിൽ സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്നും ഒരു കോളമൊക്കെ ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ നമുക്ക് ഇനി നോക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ റീപ്രൊഡക്ഷൻ ടൈപ്പാണ്. റിക്സി പോലെ അല്ലെങ്കിൽ മറ്റെല്ലാ ബ്രേഫറ്റും പോലെ തന്നെ ഇതിലും 2 ടൈപ്പ് റീപ്രൊഡക്ഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? മേജറായിട്ടും വെജിറ്റേറ്റീവ് ടൈപ്പ് റീപ്രൊഡക്ഷനും ഉണ്ട്, ദെൻ സെക്ഷുവൽ റീപ്രൊഡക്ഷനും ഉണ്ട്. ഓക്കെ, നോക്കൂ, ഈ പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ അനാട്ടമിക് ഫീച്ചേഴ്സ് എല്ലാം തന്നെ മനസ്സിലാവും കേട്ടോ. ഇതുണ്ടോ ചേമ്പറുകൾ, നിങ്ങൾ ആ ബി എന്നുള്ള പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കണ്ടോ പാർട്ടീഷൻ വാൾ വന്നിട്ട് ഓരോ എയർപോർട്ടിനും ഓരോ ചേമ്പർ പോലുണ്ട്. അതിനകത്തായിരിക്കും ഇത് നമ്മുടെ ഫിലമെൻറ്റ്സ് ബ്രാഞ്ചിലോ അല്ലെങ്കിൽ അൺബ്രാഞ്ചിലോ ആയിട്ടുള്ള ഫിലമെൻറ്റ്സ് ഉണ്ടാകുന്നതെന്ന് നോക്കുക. ഓക്കെ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് പിക്ചർ നല്ല വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കുക. ദെൻ റീപ്രൊഡക്ഷൻ പറയുമ്പോൾ 2 ടൈപ്പാണ് മെയിനായിട്ടുള്ളത്. ഏതൊക്കെയാണ്? വെജിറ്റേറ്റീവും സെക്ഷുവലും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വെജിറ്റേറ്റീവ് നോക്കാം. നമ്മൾ അവിടെ റിക്സിയുടെ കേസിൽ 5 ടൈപ്പ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. എന്തൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ? ട്യൂബേഴ്സ് ഉണ്ട്, അതുപോലെ അഡ്വൻറ്റേഷ്യസ് ബ്രാഞ്ചസ് ഉണ്ട്, പ്രോഗ്രസീവ് ഡെത്ത് ഉണ്ട്, അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. ഒരു 5 ടൈപ്പോളം റൈസോഴ്സിങ് ഉണ്ടാകുന്നുണ്ട്. ദെൻ ഡ്രോട്ട് മൂലം ഡെത്ത് ആകുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ 5 ടൈപ്പ് പറഞ്ഞു. ഇവിടെ 5 ടൈപ്പ് ഒന്നുമില്ല. ഇവിടെ പ്രധാനമായിട്ടും 3 ടൈപ്പ് രീതിയിലാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ്. റിക്സി കഴിഞ്ഞാൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ 3 രീതിയിൽ നടക്കുന്നുള്ളൂ മെയിനായിട്ട്. ഒന്ന്, പ്രോഗ്രസീവ് ഡെത്ത് ആൻഡ് ഡീക്കേ ഓഫ് താലസ്, അത് നമ്മുടെ റിക്സിയിലും നടക്കുന്നുണ്ട്. ദെൻ അഡ്വൻറ്റേഷ്യസ് ബ്രാഞ്ചസ്, അതും റിക്സിയിലാണ്. പക്ഷേ ഇവിടെ മാർക്കാൻഷ്യയ്ക്ക് മാത്രമായിട്ടുള്ളൊരു സ്പെഷ്യൽ, മാത്രമല്ല മാർക്കാൻഷ്യയ്ക്കുള്ളൊരു സ്പെഷ്യൽ ടൈപ്പ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനാണ് ജെമ്മെ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രോഗ്രസീവ് ഡെത്ത് ആൻഡ് ഡീക്കേ ഓഫ് താലസ്. നമ്മളവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്രാഞ്ച് ഒരു താലസ് ഉണ്ടാവുന്നു,
അതൊരു സേർട്ടൺ പോയിന്റ് എത്തുമ്പോഴത്തേക്കും ഡൈക്കോട്ടമസിലി ബ്രാഞ്ച് ചെയ്യുന്നു. അതും ഒരു സേർട്ടൺ പോയിന്റ് എത്തുമ്പോഴത്തേക്കും വീണ്ടും ഡൈക്കോട്ടമസിലി ബ്രാഞ്ച് ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ളൊരു താലസ് നാച്ചുറലി ഡെത്ത് സംഭവിക്കുന്നു. പ്രോഗ്രസീവായിട്ട് ഡെത്ത് സംഭവിച്ചിട്ട് ഈ താലസ് എന്ത് ചെയ്യുന്നു? നശിച്ച് ഒരു ഡൈക്കോട്ടമസ് ആയിട്ട് ഇത് ബ്രാഞ്ച് ചെയ്തേക്കണം. ആ പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും ആ രണ്ട് ബ്രാഞ്ചും സെപ്പറേറ്റ് ബ്രാഞ്ചുകളാവും അല്ലേ? ആ ഡൈക്കോട്ടമസിലെ രണ്ട് ബ്രാഞ്ചുകളും സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. ആ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന രണ്ടും ഒരു പുതിയ താലസായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് നോർമലി പ്രോഗ്രസീവ് ഡെത്ത് ആൻഡ് ഡീകേ വഴി നടക്കുന്നത്. മെയിൻ താലസ് ഡീകേ ചെയ്തു പോകുന്നു. അതിൻ്റെ ബ്രാഞ്ചിങ് പോയിന്റ് എത്തുമ്പോഴത്തേക്കും രണ്ട് ബ്രാഞ്ചുകളും സെപ്പറേറ്റ് ചെയ്യുന്നു. സെപ്പറേറ്റഡ് ആയ ഓരോ ബ്രാഞ്ചും ഡെവലപ്പ് ചെയ്തിട്ട് പുതിയൊരു താലസായിട്ട് മാറുന്നു. അതാണ് ജനറലി നടക്കുന്ന പോയിന്റ്. ഓക്കെ, ദെൻ സെക്കൻഡ് ടൈപ്പ് എന്താണ്? അഡ്വൻറ്റേഷ്യസ് ബ്രാഞ്ചസ്. അതും നമ്മൾ പറഞ്ഞതാണ്. വെൻട്രൽ സർഫസിൽ നിന്നും ലാറ്ററലായിട്ട് ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്രാഞ്ചസ് ആണ് അഡ്വൻറ്റേഷ്യസ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ അഡ്വൻറ്റേഷ്യസ് ബ്രാഞ്ചുകൾ ഉണ്ടാവുകയും ആ ഈച്ച് ബ്രാഞ്ചിനും പുതിയൊരു താലസായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ശേഷിയുമുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് പറയുന്ന ചില സ്പീഷീസ്, അതായത് മാർക്കാൻഷ്യ പാൽമേറ്റ എന്നൊക്കെ പറയുന്ന ചില സ്പീഷീസുകൾക്ക് ഈ അഡ്വൻറ്റേഷ്യസ് ബ്രാഞ്ചസ് നമ്മുടെ ആർക്കിഗോണിയോഫോറിൻ്റെ ചുവട്ടിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്ക് പറയുന്നുണ്ട്, അവിടെ നിന്നൊക്കെ ഉണ്ടാവുന്നു എന്ന് ടെക്സ്റ്റ് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. ഇനി തേർഡ് ടൈപ്പാണ് നമ്മുടെ മാർക്കാൻഷ്യയുടെ സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ വരുന്ന പാർട്ട്. അതാണ് ജെമ്മ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ജെമ്മ ഉണ്ടാവുന്ന എവിടെയാണെന്നൊക്കെ ഓൾറെഡി പറഞ്ഞു. എവിടെയാണ്? ജെമ്മ കപ്പിനകത്താണ്. ഡോർസൽ സർഫസിലായിട്ട് ഒരു ക്രസൻറ്റ് ഷേപ്പിൽ ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. മാർജിനായിട്ട് സ്പൈനി ആയിട്ടൊക്കെ ഉള്ള മാർജിനൊക്കെ ഉള്ള ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ. ആ സ്ട്രക്ചറുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ജെമ്മ കപ്പ് എന്ന് പറയുന്നത്. അത് നോർമലി അതിൻ്റെ ഒരു അളവ് പറയുകയാണെങ്കിൽ, അതിൻ്റെ സ്കെയിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എബൌട്ട് 2 millimeter ഇൻ ഡയമീറ്റർ. 2 millimeter ആയിരിക്കും ഡയമീറ്റർ. അത്രയും വലുപ്പത്തിലുള്ള ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ. ആൻഡ് 3 millimeter ഇൻ ഹൈറ്റ്. 3 millimeter ഹൈറ്റും 2 millimeter ഡയമീറ്റർ ഉള്ള ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജെമ്മ കപ്പ് എന്ന് പറയുന്നത്. അത് അതിനകത്താണ് സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ഉണ്ടാകുന്നത്, ജെമ്മ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാകുന്നത്. ഓക്കെ, മെനി സ്മോൾ സ്റ്റോക്ക് ഡിസ്കോയിഡൽ ആൻഡ് ബൈകോൺവെക്സ് ജെമ്മ എറൈസ് ഫ്രം ദ ഫ്ലോർ ഓഫ് ദ ജെമ്മ കപ്പ്. ആ ജെമ്മ കപ്പിൻ്റെ അടിയിൽ നിന്ന് എങ്ങനെയാണ് സ്മോളും സ്റ്റോക്കഡും അതിനൊരു പിടി ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റോക്ക് ഉണ്ടാവും. സ്റ്റോക്കഡ് ആൻഡ് ഡിസ്കോയിഡൽ ആൻഡ് ബൈകോൺവെക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും കോൺവെക്സ് ആയിട്ടുള്ള കോൺവെക്സ് മിററിൻ്റെ വീർത്തിരിക്കുന്ന മിറർ ശ്രദ്ധിച്ചില്ല, അതുപോലെ രണ്ട് വശത്തും വീർത്തിരിക്കുന്ന പോലെ, ഒഴിഞ്ഞിട്ടല്ല, അങ്ങനെ വീർത്തിരിക്കുന്ന പോലത്തെ ബൈകോൺവെക്സ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറായിട്ടുള്ള ജെമ്മ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈച്ച് ജെമ്മ ഈസ് കൺസ്ട്രക്റ്റഡ് ഇൻ ദ മിഡിൽ ആൻഡ് ദ 2 notches ഇൻ ദ കൺസ്ട്രക്ഷൻ പോസസ് എ റോ ഓഫ് അപ്പിക്കൽ സെൽസ്. അതായത് നമ്മളിപ്പോൾ ചുമ്മാ നിങ്ങൾ ഇതിനെ ഒരു ഡിസ്ക്, നമ്മൾ ഡിസ്കസ് ത്രോയിലൊക്കെ എറിയുന്ന ഒരു ഡിസ്ക് പോലെ അങ്ങ് വിചാരിക്കുക. ഓക്കെ, അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് മാത്രം ചെറിയൊരു കുഴിവുണ്ട്. രണ്ട് വശത്തും സെൻട്രൽ ഭാഗത്തേക്ക്, അത് അകത്തേക്ക് കുറച്ച് വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട്. ആ അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന ഭാഗത്ത് എന്താ പറയുന്നത്? ഒരു എപ്പിക്കൽ സെൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പിക്കൽ സെൽസിൻ്റെ പ്രത്യേകത എന്താ? എപ്പിക്കൽ സീരീസിലാണ് എപ്പോഴും എന്തുണ്ടാകുന്നത്? ഗ്രോത്ത് ഉണ്ടാകുന്നത് അല്ലേ? നമ്മുടെ റിക്സിയുടെ താലസ് അല്ലെങ്കിൽ മാർക്കാൻഷ്യയുടെ താലസ് നോക്കി കഴിഞ്ഞാൽ എപ്പിക്കൽ നോച്ചിൽ നിന്നാണ് ഗ്രോത്ത് നടക്കുന്നത്, ഫർദർ ഗ്രോത്ത് നടക്കുന്നത് എന്ന് പറയുന്ന പോലെ ഇവിടെയും ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട്. ആ ഭാഗമാണ് ഒരു എപ്പിക്കൽ സെൽസ് ആണ്. അവിടെയും നമ്മൾ എപ്പിക്കൽ നോച്ചായിട്ടാണ് കൺസേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പിക്ചർ നിങ്ങൾ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റ് കാര്യം മനസ്സിലാവും. ഇത് കേട്ടുകൊണ്ട് നിങ്ങൾ പിക്ചറോടെ എടുത്ത് വെച്ചിട്ട് ക്ലാസ് കേൾക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ, ആ ഭാഗത്ത് എപ്പിക്കൽ നോച്ച് ഉണ്ട്, ആ ഭാഗത്തു നിന്നാണ് പുതിയ താലസ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ജെമ്മയ്ക്കകത്ത്, ഈ ജെമ്മ കപ്പിനകത്ത് ജെമ്മയ്ക്കുടെ ഇടയിലായിട്ട് കുറച്ച് കൈൻഡ് ഓഫ് ഒരു രോമം പോലെ അല്ലെങ്കിൽ ഹെയേഴ്സ് ഉണ്ട്. കുറച്ച് ഹെയേഴ്സ് ആയിട്ടുള്ള കുറച്ച് ഒരു രോമം പോലെ ഇങ്ങനെ തള്ളി നിൽക്കുന്ന കുറേ പോർഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഇംബൈബ് അല്ലെങ്കിൽ അബ്സോർബ് വാട്ടർ. വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാനുള്ള ശേഷിയാണ് അതിനുള്ളത്. അപ്പോൾ വെള്ളത്തെ അബ്സോർബ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ ഒരു ഡിസിൻറ്റഗ്രേഷനൊക്കെ സെല്ലുകൾക്ക് സംഭവിച്ചിട്ട് നമ്മുടെ ജെമ്മ ഫ്രീ ആയിട്ട് റിലീസ് ചെയ്യപ്പെടുന്നു, വാട്ടറിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു. പ്രയോഫിറ്റ് എപ്പോഴും വാട്ടർ ഡിപ്പെൻഡൻ്റ് ആണല്ലോ. മഴ പെയ്യുമ്പോൾ ഒക്കെ ഈ വെള്ളം അബ്സോർവ് ചെയ്യുമ്പോഴത്തേക്കും ജെമ്മ റിലീസ് ചെയ്യപ്പെടുന്നു. ആ റിലീസ് ചെയ്ത ജെമ്മ വേറെ എവിടെയെങ്കിലും പോയി കിടന്നിട്ട് അതിൻ്റെ എപ്പിക്കൽ നോച്ച് പോർഷനിൽ നിന്ന് ഗ്രോത്ത് തുടങ്ങി അതൊരു പുതിയ താലസായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതൊരു മെയിൻ ടൈപ്പ് ഓഫ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, സെല്ല് ഡിവിഷൻ എങ്ങനെ നടക്കുന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് വേണ്ട സിലബസിൽ പറയുന്നതാണ്, ആ കാര്യങ്ങൾ പറയാത്തത്.
സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ മാർക്കാൻഷ്യ എന്ന് പറഞ്ഞാൽ റിക്സിയോട് നല്ല ക്ലോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഹെപ്പാറ്റിക്കോപ്സിൽ വരുന്ന ഒരു ജീനസാണ്. അപ്പോൾ റിക്സിയോട് ഒരുപാട് സിമിലർ ക്യാരക്ടറുകൾ, കുറച്ച് ഡിസിമിലർ ക്യാരക്ടറുകളുമുള്ള കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രയോഫൈറ്റാന്ന് ഓർക്കുക. അപ്പോൾ അതിൻ്റെ ബേസിക് മോർഫോളജി, അനാട്ടമി, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നോക്കുക, മാർക്കാൻഷ്യയും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഗൂഗിൾ മീറ്റിലെല്ലാം കൂടെ ഡിസ്കസ് ചെയ്യാം. ഇനി എൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ പറയാം. അത് കുറച്ച് അഡ്വാൻസ് ടൈപ്പ് ആയതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണം. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പോൾ നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് എന്തെങ്കിലും പോരായ്മകൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്പീഡ് കൂടുതലായിട്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ കമൻറ്റായിട്ട് പറയണം കേട്ടോ. പറഞ്ഞാലാണ് നമ്മുടെ ക്ലാസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങളുടെ ആരുടെ റിയാക്ഷൻസ് അറിയാനോ ഒന്നും സാധിക്കില്ല. സോ നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്കുകളും കമൻറ്റായിട്ട് പറയുക, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് അയക്കുകയോ എന്തെങ്കിലും ചെയ്യുക. ഇനി പേഴ്സണലായിട്ട് അയക്കണമെങ്കിൽ പേഴ്സണലായിട്ട് അയക്കാം, അതിലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ലിങ്ക് വെച്ചുള്ള വ്യൂസും നിങ്ങളുടെ കമൻറ്റും നോക്കിയിട്ടാണ് ഞാൻ അറ്റൻഡൻസ് ഇടുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് കാണണം. ആ വ്യൂവിൻ്റെ നമ്പരും കമൻറ്റ്സ് നമ്പരും ഞാൻ നോക്കും. ഇത് വീഡിയോ കാണാതെ എടുക്കുന്നതേ കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക, അത് നോക്കിയിട്ട് അറ്റൻഡൻസ് നിങ്ങൾക്ക് ഇടുന്നു. ഓക്കെ, അപ്പോൾ ഇതുവരെയും പഴയ വീഡിയോസ് കാണാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരെന്തായാലും ആ പഴയ വീഡിയോസ് കൂടെ കാണുക. ഇപ്പോൾ ഈ ക്ലാസ് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.